അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധമായ ശഅബാൻ 15-ാം രാവ്, അതായത് ബറാഹത്തിന്റെ രാവ് നമുക്ക് കടന്നു വരികയാണ്. ഈ രാത്രിയുടെ മഹത്വം നമുക്കൊക്കെയും അറിയാം. എങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ചില അത്ഭുത മഹത്വങ്ങളും അതേപോലെ തന്നെ രാത്രിയിൽ ചൊല്ലേണ്ട അതിപ്രധാനപ്പെട്ട ദിക്റുകളും അതേപോലെ തന്നെ ആ ദിവസം നോമ്പനുഷ്ഠിക്കേണ്ട ആ നോമ്പിനെ കുറിച്ചുമാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ രാത്രിയെക്കുറിച്ച് പരിശുദ്ധ സൂറത്തു ദുഖാനിൽ തന്നെ നമുക്ക് കാണാം. ഫീ ലൈലത്തിൻ മുബാറക, ബറക്കത്താക്കപ്പെട്ട രാവ്, അനുഗ്രഹീത രാവ് എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് അവിടെ നിന്ന് പറഞ്ഞത്. അതിന്റെ വ്യാഖ്യാതാക്കൾ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നത് അത് പരിശുദ്ധമായ 15-ാം രാവ്, ശഅബാൻ 15-ാം രാവിനെ കുറിച്ചാണ് പറഞ്ഞത്. മഹാനായ മുഫസ്സിരീങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുന്നത് അത് പരിശുദ്ധ ശഅബാൻ 15-ാം രാവ്, അതായത് ബറാഹത്ത് രാവ്, ആ രാത്രിയിൽ ഒരു വർഷത്തിന്റെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്ന രാവാണ്. ആ രാത്രിയിൽ ആ ഒരു വർഷം ആരൊക്കെ ഹജ്ജ് ചെയ്യുന്നു എന്ന വിഷയവും രേഖപ്പെടുത്തുന്ന ഒരു രാവും കൂടിയാണ് പരിശുദ്ധ ബറാഹത്തിന്റെ രാത്രി. ഈ രാത്രിയെ കുറിച്ച് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരുപാട് മഹത്വങ്ങൾ എണ്ണി പറഞ്ഞു കൂട്ടത്തിൽ ചിലത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു. ധാരാളം ഈ രാത്രിയിൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകളെ കൊണ്ട് പാപമോചനം തേട്ടപ്പെടും. ഈ രാത്രിയിൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് മലക്കുകൾ അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് യാചിക്കും. അതേപോലെ തന്നെ സ്വർഗം കൊണ്ട് അദ്ദേഹത്തെ അല്ലാഹു തആല സന്തോഷ വാർത്ത അറിയിക്കും. ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ പിശാചിന്റെ ചതി പ്രയോഗങ്ങളിൽ നിന്ന് അല്ലാഹു തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയാണ്. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് രാത്രിയുടെ മഹത്വത്തെ കുറിച്ച് എണ്ണി പറയുകയാണ്. അതേപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, ഏറ്റവും കൂടുതൽ ആട് ഉള്ള ഒരു ഗോത്രമായിരുന്നു കൽബ് ഗോത്രം. ആ ഗോത്രത്തിന്റെ ആടിന്റെ രോമം അനുസരിച്ച് എന്റെ അടിമകളുടെ എന്റെ ഉമ്മത്തീങ്ങളുടെ എന്റെ സമുദായത്തിന് അല്ലാഹു തആല അനുഗ്രഹം ചൊരിയുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഈ രാത്രിയിൽ പ്രധാനമായും പാവമോചനം തേടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പുറത്തു കൊടുക്കുന്ന രാവും കൂടിയാണ്. ഈ രാത്രിയിൽ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്നവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കും. 5 വിഭാഗം ആളുകൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുകയില്ല ഈ രാത്രിയിൽ. അതായത് കള്ളു കുടിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ മനസ്സിൽ വിദ്വേഷം വെച്ച് നടക്കുന്ന ആളുകൾ, വ്യഭിചാരികൾ, അതേപോലെ തന്നെ മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആളുകൾ, സിഹ്ർ ചെയ്യുന്ന ആളുകൾക്ക് രാത്രിയിൽ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയില്ലെന്ന് മഹാനവറുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് നമുക്ക് പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുന്ന് ഷഫാഅത്തിന്റെ ശിഫാർശയുടെ പൂർണ്ണമായ അധികാരം അല്ലാഹു തആല കൊടുത്ത ഒരു രാവാണ് പരിശുദ്ധ 15-ാം രാവ്. 13-ന്റെ അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഫാഅത്തിന്റെ 3-ൽ 1 ഭാഗം കൊടുത്തു. 14-ന് ഷഫാഅത്തിന്റെ 3-ൽ 2 ഭാഗം കൊടുത്തു. 15-ാം രാവ് ഷഫാഅത്തിന്റെ പൂർണ്ണമായ അധികാരം അല്ലാഹു തആല കൊടുത്തു എന്നാണ് നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. ഈ പരിശുദ്ധമായ രാവിലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം ഇബാദത്തെടുത്തിരുന്ന ഒരു രാവും കൂടിയാണ്. അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് പറയേണ്ട ഒരു രാവാണ് പരിശുദ്ധ ശഅബാൻ 15-ാം രാവ്. അതേപോലെ തന്നെ 5 രാവുകളെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പഠിപ്പിച്ചതാണ്. ദുആക്ക് ഇജാബത്ത് ഉറപ്പാണ്. ഈ രാത്രി 5 രാവുകളിൽ ഒരാൾ ഇബാദത്തെടുത്താൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഉത്തരം കൊടുക്കും. അത് എന്ത് ദുആ ചെയ്താൽ അവന്റെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു തആല പൂർത്തിയാക്കപ്പെടുന്ന 5 രാവുകൾ അതിൽ എണ്ണപ്പെട്ട ഒരു രാവാണ് പരിശുദ്ധ ശഅബാൻ 15-ാം രാവ്, അതായത് ബറാഹത്തിന്റെ രാവ്. നാളത്തെ രാവ്, അതായത് പരിശുദ്ധ ബറാഹത്തിന്റെ രാവ് വെള്ളിയാഴ്ച പകൽ, ശനിയാഴ്ച രാത്രിയാണ്. ഇപ്പോൾ ശനിയാഴ്ച രാത്രിയാണ്, വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച രാത്രിയാണ് ബറാഹത്ത് രാവ് നമുക്ക് കടന്നു വരുന്നത്.
അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല അവന്റെ ഈ അടിമകൾക്ക് ചൊരിച്ചു കൊടുക്കുന്ന ഒരു രാത്രിയാണ് പരിശുദ്ധ ബറാഹത്തിന്റെ രാത്രി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് അവൻ ചോദിക്കുകയാണ്, എൻ്റെ അടിമകൾ എന്നോട് ആരാണ് എന്നോട് പൊരുത്തം ചോദിക്കുന്ന രാത്രിയിൽ ഇസ്തിഗ്ഫാർ തേടുന്ന അവനിക്ക് ഞാൻ പുറത്തു കൊടുക്കാം. അതേപോലെ തന്നെ റിസ്ക്കിൽ വിശാലത ആരാണ് ചോദിക്കുന്നത്, അവന്റെ റിസ്ക്, അതായത് ബിസിനസ്സിൽ, അവന്റെ കച്ചവടം, അവൻ ചെയ്യുന്ന ഏർപ്പാടുകളിൽ അവൻ വിശാലത ചോദിക്കുന്നവർ ആരാണുള്ളത്, അവർക്ക് ഞാൻ കൊടുക്കാം. അതേപോലെ തന്നെ പ്രയാസമുള്ളവർ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ട് നേരിടുന്നവർ, രോഗങ്ങളെ കൊണ്ട് പ്രയാസം നേരിടുന്നവർ, മറ്റു തടസ്സങ്ങൾ, മറ്റു വിഷമങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകൾ എന്നോട് ആരാണ് ഇന്ന് ചോദിക്കുന്ന രാത്രിയിൽ അവരുടെ എല്ലാ വിഷമങ്ങളും ഞാൻ തുരത്താക്കാം. അതേപോലെ തന്നെ രാത്രിയുടെ മറ്റു ഒരുപാട് അത്ഭുത മഹത്വങ്ങൾ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും അവിടുന്ന് കൊതിച്ച ഒരു വിഷയമാണ് ഈ പരിശുദ്ധമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടിമകൾക്ക് പരിശുദ്ധ ബറാഹത്തിന്റെ രാവിൽ കൊടുക്കുന്ന മഹത്വങ്ങളുടെ ആ ഒരു അത്ഭുതം കണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും കൊതിച്ചു, എനിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തായിരുന്നുവെങ്കിൽ, അവിടുത്തെ ഉമ്മത്തായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അതായത് അത്രയും മഹത്വമാണ് പരിശുദ്ധ ബറാഹത്തിന്റെ രാവിലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത്. അതേപോലെ തന്നെ ബറാഹത്തിന്റെ രാത്രിയുടെ മഹത്വം, മറ്റൊരു മഹത്വം 400 വർഷം ഇബാദത്തെടുത്ത പ്രതിഫലമാണ് ഈ പരിശുദ്ധ ബറാഹത്തിന്റെ രാവിന് അല്ലാഹു തആല കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു രാത്രിയെ ഒരാൾ ബഹുമാനിച്ച് ഇബാദത്തെടുത്താൽ അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമാകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു രാത്രിയിലാണ് ഒരു വർഷത്തിന്റെ എല്ലാ കാര്യങ്ങളും, ഒരു ബജറ്റ്, ഒരു വർഷത്തിന്റെ തീരുമാനം പൂർണ്ണമായും രേഖപ്പെടുത്തുന്ന, തീരുമാനിക്കുന്ന ഒരു രാവാണ് പരിശുദ്ധ ബറാഹത്ത് രാവ്. അതേപോലെ തന്നെ മരണപ്പെട്ടവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുന്ന രാത്രിയും കൂടെയാണ്. മരണപ്പെട്ടവരുടെ അർവാഹുകൾ അവരവരുടെ വീടുകളിലേക്ക് വരുന്ന ഒരു രാത്രിയും കൂടെയാണ്. ആരാണ് എനിക്ക് തരുന്നത്, എനിക്ക് ആരാണ് റഹ്മത്ത് ചെയ്യുന്നത്, ആരാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, എനിക്ക് വേണ്ടി ഓതി അദ്യ ചെയ്യുന്നത്, അവിടുന്ന് അർവാഹുകൾ വരുന്ന രാത്രിയും കൂടെയാണ്. അതേപോലെ തന്നെ നാം ഒരു വർഷം ചെയ്തു വെച്ച എല്ലാ അമാലുകളും റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു രാത്രിയും കൂടിയാണ്. അത്രയും മഹത്വമുള്ള രാവാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാവരും നല്ല നീയത്തോടു കൂടെ തന്നെ പരിശുദ്ധ ബറാഹത്ത് രാത്രിയിൽ ധാരാളം ബാത്തെടുക്കും, ഇത്ര ദിക്ർ ചൊല്ലും, ഇത്ര ഞാൻ സ്വലാത്ത് ചൊല്ലും എന്നുള്ള തീരുമാനം ഇപ്പോൾ തന്നെ എടുക്കണം. അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നീയത്തിൽ അല്ലാഹു തആല പ്രതിഫലം പൂർണ്ണമായും തന്നിരിക്കും. ഒരാളുടെ നീയത്താണ് അല്ലാഹു തആലക്ക് പ്രധാനമായി വേണ്ടത്. അപ്പോൾ നമ്മുടെ നീയത്ത് പോലെ അല്ലാഹു തആലയാക്കും. അതേപോലെ തന്നെ പരിശുദ്ധ ബറാഹത്തിന്റെ പകൽ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സുമൂ നഹാറഹ, ആ ബറാഹത്തിന്റെ പകൽ സമയം നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക എന്ന്. ബറാഹത്തിന്റെ പകൽ സമയം നമുക്ക് എങ്ങനെ നീയത്ത് വെക്കണം, ബറാഹത്തിന്റെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റുവിടുവാൻ ഞാൻ കരുതി എന്ന് നീയത്ത് വെക്കുക. അതോടൊപ്പം എല്ലാ മാസവും 13, 14, 15 അയ്യാമുൽ ബീദ് എന്ന് പറയും. ഈ 3 ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ട്. അതും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അതായത് പരിശുദ്ധ ശഅബാനിന്റെ 15-ാം ദിവസത്തിന്റെ പരിശുദ്ധ ശഅബാനിന്റെ 15-ാം ദിവസത്തിന്റെ സുന്നത്ത് നോമ്പും അതോടുകൂടെ ആഡ് ചെയ്യാം. അതേപോലെ തന്നെ പരിശുദ്ധ റമളാനിൽ ഖളായി പോയ നോമ്പുകൾ നമുക്ക് അതോടൊപ്പം ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് നല്ല രൂപത്തിൽ പരിശുദ്ധ ശഅബാൻ 15-ാം ദിവസം ഇബാദത്തുകളെ കൊണ്ട് ധന്യപ്പെടുത്താം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ ആ ദിവസം ചെയ്യേണ്ട അമാലുകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. പരിശുദ്ധ അന്ന് രാത്രി ബറാഹത്തിന്റെ രാത്രി മഗ്രിബ് ഇശാഇന്റെ ഇടയിലായി പരിശുദ്ധ യാസീൻ സൂറത്ത് എല്ലാവരും പാരായണം ചെയ്യണം. അതായത് 3 തവണ യാസീൻ സൂറത്ത് ഓതണം. അതിൻ്റെ ഇടയിൽ മറ്റു സംസാരങ്ങളൊക്കെ ഒഴിവാക്കണം. 3 യാസീൻ ഓതുമ്പോൾ വെക്കേണ്ട നിയത്തുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ യാസീൻ ഓതുമ്പോൾ ആയുസ്സിൽ ബറക്കത്ത് ലഭിക്കണം എന്ന നിയത്തിൽ തന്നെ എല്ലാവരും ആദ്യം യാസീൻ ഓതുക. ആയുസ്സിൽ ബറക്കത്ത് ലഭിക്കണം. വെറുതെ ജീവിച്ചിരുന്ന കാര്യമല്ല, ഉള്ള ആയുസ്സിൽ ഉള്ള മിനിറ്റുകളിലെല്ലാം ബറക്കത്ത് ലഭിക്കണം. അല്ലാഹുവിന്റെ ത്വഅത്തിൽ
ത്വാഅത്തിലായി ജീവിക്കാൻ കഴിയണം. അതേപോലെ തന്നെ രണ്ടാമത്തെ യാസീൻ ഓതുമ്പോൾ വെക്കണ നിയത്താണ് ഭക്ഷണത്തിൽ വിശാലത ലഭിക്കാൻ വേണ്ടി, റിസ്ക്കിൽ വിശാലത ലഭിക്കാൻ വേണ്ടി. മൂന്നാമത്തെ യാസീൻ ഓതുമ്പോൾ നല്ല മരണം, ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം ലഭിക്കാൻ വേണ്ടി നിയത്ത് വെച്ച് 3 യാസീൻ ഓതുക. അതേപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം സൂറത്തു ദുഖാൻ ഒരു തവണ പാരായണം ചെയ്യുക. അതിനുശേഷം ചൊല്ലേണ്ട ദിക്റുകളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യമായി യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന ദിക്ർ 100 വട്ടം ചൊല്ലുക. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാകും ഈ ദിക്ർ. അതേപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാതിൻ ലാ താഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ 70 തവണ ചൊല്ലുക. അതിനുശേഷം ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന ദിക്ർ 100 തവണ ചൊല്ലുക. അതിനുശേഷം ഒരു 100 സ്വലാത്ത് ചൊല്ലുക. സ്വലാത്തിന്റെ മാസമാണ് പരിശുദ്ധ ശഅബാൻ മാസം. 100 ചുരുങ്ങിയത് അതിനേക്കാൾ കൂടുതൽ സ്വലാത്ത് ധാരാളമായി വർദ്ധിപ്പിക്കേണ്ട ഒരു ദിവസവും കൂടിയാണ് പരിശുദ്ധ ബറാഹത്തിന്റെ രാത്രി. ഈ പരിശുദ്ധ ശഅബാൻ മാസം തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലാനുള്ള നിർദ്ദേശം ഇറങ്ങിയ ഒരു മാസവും കൂടിയാണ്. അതുകൊണ്ട് ധാരാളം സ്വലാത്ത് ചൊല്ലുക. അതിനുശേഷം ഇരു കരങ്ങൾ റബ്ബിലേക്ക് ഉയർത്തി നന്നായി ദുആ ചെയ്യുക. അല്ലാഹുവിനോട് വേണ്ടതൊക്കെയും ചോദിക്കുക. വിഷമങ്ങളെ തുറന്ന് പറയുക, ആവശ്യങ്ങളെ തുറന്ന് പറയുക. രോഗങ്ങളുണ്ടെങ്കിൽ രോഗമൊന്നും ശിഫ ലഭിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് യാചിക്കുക. റിസ്ക്കിൽ വിശാലത ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യുക. അങ്ങനെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക, ഉസ്താദന്മാർക്ക് വേണ്ടി ദുആ ചെയ്യുക. എല്ലാം റബ്ബിനോട് തുറന്നു പറഞ്ഞ് റബ്ബിലേക്ക് പൂർണ്ണമായും അടുത്ത് മനസ്സ് തിരിച്ച് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരോടും വസിയത്ത് ചെയ്യാനുള്ളത്, നിങ്ങളുടെ ദുആയിൽ സാധുവായി എന്നെ ഉൾപ്പെടുത്തണം. എൻ്റെ കുടുംബക്കാരെയും എൻ്റെ ഉസ്താദന്മാരെയും നിങ്ങളുടെ ദുആയിൽ ചേർക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യാമെന്നുള്ള ഉറപ്പോടുകൂടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.